വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആകെ ദേഷ്യം വരുന്ന വിഷ്ണു ആണെങ്കിൽ പിന്നീട് ആ കൈ ഇങ്ങനെ ചുറ്റി പിടിക്കുന്നുണ്ട്, അടിക്കാൻ ഓങ്ങിയ കൈ. എന്നിട്ട് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയുടെ കൈ പിടിച്ച് ശാലിനിയെ കൊണ്ട് പുറത്തേക്ക് ഇറക്കുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാ നീ ഇങ്ങനെ ആളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ശാലിനി കാണിക്കുകയാണ്. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ അനുപല്ലവിൻ്റെ അമ്മേട്ടനും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ശാലിനി ആ വണ്ടിയുടെ അടുത്ത് നിർത്തിയിട്ട് വിഷ്ണു അനുപല്ലവിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. നീയാണോ ഇന്നലെ രേഷ്മയുടെ വീട്ടിൽ ശാലിനിയോടൊപ്പം പോയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. രാമേട്ടനും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കയറി വണ്ടി കയറുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ട് വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുന്നുണ്ട് ശാലിനി. അന്നേരം പ്രത്യേകിച്ച് പറയണോ, നിന്നോട് ഇനി പ്രത്യേകിച്ചും പറയണോ കയറ് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അനുപല്ലവി വണ്ടി കയറുന്നുണ്ട്. രാമേട്ട വണ്ടി എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ പോയ വീടില്ലേ അവിടേക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും കയറുന്നുണ്ട്. തുടർന്ന് രാമേട്ടനൊക്കെ വണ്ടി എടുത്ത് അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ ഭാമ വന്നിരിക്കുകയാണല്ലോ കുടുംബശ്രീ വീട്ടിൽ. ശാരദാമ്മ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അന്നേരം എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര നേരം എന്ന് വെച്ചാൽ കാത്തിരിക്കുക, ഞാൻ പിന്നീട് ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ശാരികയും ശ്യാമയും കൂടി ഓട്ടോയിൽ വരുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശ്യാമയെ കാറ് കണ്ടിങ്ങനെ നോക്കുന്നുണ്ട്. നീ എന്താ നോക്കുന്നത്, കയറി വാന്നും പറഞ്ഞ് ശാരികയും വിളിച്ചുകൊണ്ട് അതേ കയറുകയാണ്. അപ്പോഴത്തേക്ക് ഭാമ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്, പക്ഷേ ശ്യാമ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ പിടിച്ചു നിർത്തുന്നുണ്ട്. ഭാമ പറയുന്നുണ്ട്, ശ്യാമയെ ഞാൻ നിന്നെ കാണാൻ പപ്പിമോളെ ഒന്ന് കാണാൻ വന്നതാണ്, നിന്നെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും കൂടി വന്നതാണെന്ന് പറയുമ്പോൾ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാ കാര്യങ്ങൾ തിരക്കുന്നതെന്ന് പറയുമ്പോൾ വിശേഷങ്ങൾ തിരക്കാനാണെന്ന് പറയുമ്പോൾ എനിക്കിവിടെ പരമസുഖം തന്നെയാണ്, എൻ്റെ ഭർത്താവിന് ഇവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, കുറച്ചുകൂടി മര്യാദയ്ക്ക് മാന്യതയോടെ സംസാരിക്കുക, ആരോടാണ് സംസാരിക്കുന്നുള്ള ബോധമില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇത്രയൊക്കെ മാന്യതയേ ഉള്ളൂ, പിന്നെ ഇല്ലാത്ത മാന്യത മര്യാദ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണെന്ന് എനിക്കറിയില്ല, ഇവിടെ വന്നിരിക്കുന്നവർ എന്നോട് ഇങ്ങനത്തെ മര്യാദ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരമാണ് ശാരദാമ്മ പറയുന്നത്, നീ ആരോട് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയില്ലേ, കുറച്ചുകൂടി മര്യാദയ്ക്ക് എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, അവൾ സംസാരിക്കട്ടെ ശാരദാമ്മയെ, മനസ്സിലുള്ളത് പുറത്ത് വന്നാലേ കാര്യങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാകുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാനാണ് വന്നത്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഭാമ പറയുകയാണ്. അന്നേരം സത്യാമ്മയുടെ നീ എൻ്റെ പിന്നെ രണ്ടാമത്തെ മരുമകൾ തന്നെയാണ്, ആ സ്ഥാനം നിനക്ക് എന്നും ഞാൻ തന്നിട്ടുണ്ട്, എനിക്ക് നീ ശാലിനി ഒരുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ സത്യാമ്മയുടെ മരുമകളായിട്ട് ജീവിക്കണമെങ്കിൽ പിന്നെ ജോലി വേണം, പിന്നെ സ്വന്തമായി കാറ് വേണം, പരിചരിക്കാനായിട്ട് അംഗരക്ഷകർ വേണം, എനിക്കതൊന്നുമില്ലല്ലോ, എനിക്ക് അടുക്കളപ്പണി തന്നെയാണ്, ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരമാണ് ഭാമ പറയുന്നത്, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല, അന്നേരം കണ്ടിട്ടില്ലേ, മനസ്സറിഞ്ഞ് സത്യാമ്മയ്ക്ക് ഇത് പറയാനായിട്ട് സാധിക്കുമോ, എത്രയോ തവണ കുഞ്ഞേച്ചിക്ക് വേണ്ടി എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, പപ്പിമോള് പറഞ്ഞിട്ടുണ്ട് പപ്പിയേക്കാൾ കൂടുതൽ ഇഷ്ടം സത്യയോടാണ് എന്നുള്ളത്, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് പറയുകയാണ്. അത്രയും നേരം വരെ കേട്ടുകൊണ്ടിരുന്ന ഭാമ ഒരു മയത്തിൽ കേട്ടുകൊണ്ട് ശ്യാമയോട് ദേഷ്യപ്പെടാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആകുമ്പോൾ ഭാമയ്ക്കും ദേഷ്യം വരുവാണ്. ഭാമ പറയുന്നുണ്ട്, ശ്യാമ ഇത് ജീവിതമാണ്, ഇങ്ങനെ സംസാരിച്ച് പോയാൽ എങ്ങും എത്തില്ല, നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താലേ പറ്റുകയുള്ളൂ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതെല്ലാം മറന്നേക്ക്, നിന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനാണ് വന്നത്, നിങ്ങൾ വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും, പിന്നെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, മനസ്സറിഞ്ഞ കാര്യങ്ങളും അല്ല, നീ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുമെന്ന് പറയാം, വിളിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്നെ അവിടെ നിന്ന് രോഹിത് അടിച്ചിറക്കി വിട്ടതാണ്, അപ്പോൾ രോഹിത് വരട്ടെ, ബാക്കി പറയാനുള്ളത് രോഹിത്തിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്യാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഭാമ ഇറങ്ങുന്നുണ്ട്. ഒന്നുകൂടി പുറകെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്, പക്ഷേ ഭാമ കേൾക്കുന്നില്ല. ഭാമയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ശ്യാമയുടെ തൻ്റെ ഇടത്തോടെയുള്ള സംസാരത്തിൽ. ഭാമ അങ്ങ് വണ്ടി കയറി പോവുകയാണ്. ശാരികയും ശാരദാമ്മയും വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം വിഷ്ണുവും എല്ലാവരും കൂടി രേഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്തുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, ഇതാണ് വീട് എന്നുള്ളത്. അന്നേരം വിഷ്ണു ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞ് ശാലിനി പിടിച്ചിറക്കുകയാണ്. അന്നേരം പിടിച്ചു വലിച്ച് രേഷ്മയുടെ വീട്ടിന് മുറ്റത്തേക്ക് കൊണ്ടുവന്നങ്ങോട്ട് ഇങ്ങനെ തള്ളുകയാണ്. എന്നിട്ട് ഇവിടെ ആരുമില്ലേ എന്നിങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്. ഈ സമയത്ത് വണ്ടി വരുന്ന ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് അയൽപക്കത്തെ രണ്ട് ചേച്ചിമാരും മതിലിൻ്റെ അടുത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അന്നേരം രേഷ്മയുടെ അച്ഛൻ ആരോ വന്നു എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. അന്നേരം ആരും ഇല്ലേന്ന് 1-2 തവണ വിഷ്ണു വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആരാ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ നിൽക്കുന്നവർ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അനുപല്ലവിയെയും ശാലിനിയെ നോക്കിയിട്ട് ഇവരല്ലേ ഇന്നലെ ഇവിടെ വന്നതെന്ന് രേഷ്മയുടെ അച്ഛൻ പറയുന്നുണ്ട്. അന്നേരം രേഷ്മയെ കൊണ്ട് കാണാനാണ് വന്നത്, വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേഷ്മയെന്ന് വിളിക്കുമ്പോൾ രേഷ്മ അകത്തുനിന്ന് വരികയാണ്. അന്നേരം അകത്തേക്ക് ഇരിക്കാമെന്നൊക്കെ ഈ അച്ഛൻ പറയുന്നുണ്ട്. അന്നേരം വേണ്ട, നിങ്ങൾ പെട്ടെന്ന് പോകണം, പുറത്തുനിന്ന് സംസാരിക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. രേഷ്മയുടെ അച്ഛൻ ആദ്യമായിട്ടാണ് വിഷ്ണുവിനെ കാണുന്നതും വിഷ്ണു ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നതും ഒക്കെ. പക്ഷേ ശാലിനി അനുപല്ലവിയൊക്കെ വേറെ രീതിയിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു നീ എന്താടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട്
രേഷ്മ ഇറങ്ങി വരികയാണ്. അല്ല നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് പിന്നെ അറിയാതിരിക്കുമോ, ഞാൻ ഇവിടുത്തെ നിത്യ സന്ദർശകനല്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം നീ എന്താ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ സ്ത്രീകൾ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവം എന്നൊക്കെ. ആർക്കറിയാമെന്നും പറഞ്ഞ് അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് പിന്നെ ഞാനിവിടുത്തെ നിത്യ സന്ദർശകനല്ലേ, ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞാനും നീയും കൂടി മധുരയിൽ പോയില്ലേ, വിവാഹം കഴിക്കാനല്ലേ പോയത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം നീ എന്ത് ഉറക്കപ്പിച്ചായി പറയുന്നതെന്നൊക്കെ ഈ രേഷ്മ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അനുപല്ലവി പറയുകയാണ്, വെറുതെ നുണയൊന്നും പറഞ്ഞു പിടിപ്പിക്കേണ്ട, ഞങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. വിഷ്ണു സാറ് മധുരയ്ക്ക് പോയിരുന്നു, നിങ്ങളും മധുരയ്ക്ക് തന്നെയാണ് പോയിരിക്കുന്നത്, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രേഷ്മയ്ക്ക് അല്ലാതെ പിന്നെ നിങ്ങൾ എന്തിനാ മധുരയ്ക്ക് പോയത് എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുമ്പോൾ അപ്പോൾ അതാണല്ലേ കാര്യം, ഞാൻ എന്തിനു മധുരയ്ക്ക് പോയി എന്നുള്ളതും ഉള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളതെന്ന്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട് കൂടുതൽ എല്ലാ കാര്യങ്ങളും ഒന്നും പറയണ്ട, നുണയൊന്നും ഇനി പറയണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. അതിന് മുന്നേ വിഷ്ണു ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് അറിയാമോ എന്ന്. അന്നേരം ഇതെന്താണ്, അതിൻ്റെ മിസ്സല്ലേ, നീ അല്ലേ അന്ന് മിസ്സസ് അല്ലേ, നീ അല്ലേ അന്ന് എന്നെ പരിചയപ്പെടുത്തിയത്, ശാലിനി വിഷ്ണു ജില്ലാ കളക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കല്യാണം കഴിച്ച കാര്യമൊക്കെ പറയുന്നത്. തുടർന്ന് രേഷ്മ പറയുന്നുണ്ട് അത് പോരല്ലോ മാഡം, എന്നെ കൂടെ ആരോപണത്തിൽ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഞാൻ തെറ്റുകാരിയെല്ലാം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കറിയേണ്ട രണ്ട് കാര്യങ്ങളല്ലേ, ഞാൻ എന്തിനു മധുരയ്ക്ക് പോയി എന്നുള്ളതും ഇവിടുത്തെ നിത്യ സന്ദർശകൻ ആര് എന്നുള്ളതുമല്ലേ. അതിന് ആദ്യത്തെ ഉത്തരം അത് വിഷ്ണു അല്ല എന്നുള്ളതാണ് എന്നിങ്ങനെ രേഷ്മ പറയുകയാണ്. അന്നേരം ശാലിനി ആകപ്പാടെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് വേറൊരു വണ്ടി പുറകിൽ വന്ന്, ഒരു ടാറ്റാ സുമോ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പയ്യനാണെങ്കിൽ കുറേ ലോഡ് കാർഡ്ബോർഡ് പെട്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അവിടത്തേക്ക് വയ്ക്കുന്നുണ്ട്. എൻ്റെ അയൽപക്കത്തെ ചേച്ചിമാർ തന്നെയാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഈ പയ്യനാണെങ്കിൽ ഈ ബോക്സൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അന്നേരം ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മധുരയ്ക്ക് പോയതും ഇവൻ്റെ കൂടെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ പയ്യനാണെങ്കിൽ എന്താ ചേച്ചി പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ പ്രശ്നമൊന്നുമില്ലടാ, ചെറിയൊരു സംശയം, പക്ഷേ ഈ ഒരു സംശയമാണെങ്കിൽ ആളുകളെ കൊല്ലുന്നത് തന്നെയാണ്, കുടുംബം തകർക്കുന്നത് തന്നെയാണെന്ന് രേഷ്മ പറയുന്നുണ്ട്. ഞങ്ങൾ മധുരയ്ക്ക് പോയത് നമ്മുടെ ലക്ഷ്മി ഗാർമെൻറ്റ്സിന് വേണ്ടി സാധനങ്ങൾ എടുക്കാനാണ്, ഇനി തുണി പർച്ചേസ് ചെയ്തതും അവിടുത്തെ ബില്ലും ഒക്കെ വേണമെങ്കിൽ കാണിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ കണ്ണൊക്കെ ശാലിനി വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല, അത് ഈ നാടിൻ്റെ ശാപം തന്നെയാണ്, ഒരിക്കലും നാട്ടുകാരും ആരും അങ്ങനെ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള മാഡം തന്നെ ഇങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയത് തന്നെയാണ് എൻ്റെ ഒരു വിഷമം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. അനുപല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് ഈ പയ്യനോട് സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വയ്ക്കും, ഞാൻ പറക്കി വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഈ പയ്യനാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആരുമില്ലാത്ത ഒരാൾക്ക് അനിയനെ പോലെ കൊണ്ടു നടക്കാനായിട്ട് ഒരാളെ കിട്ടിയപ്പോൾ ഞാനും കൂടെ കൂട്ടി, പക്ഷേ അത് ഈ സമൂഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവരെന്തോ വിചാരിക്കുള്ളത്, പക്ഷേ എനിക്ക് എന്നെ അറിയാമല്ലോ എന്നിങ്ങനെ രേഷ്മ പറയുന്നുണ്ട്. അന്നേരം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യമാകുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് ഇനി എൻ്റെ ഭാര്യയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നേരെ ഇങ്ങനെ ശാലിനിയെ പിടിച്ച് നിർത്തുന്നുണ്ട്. ചോദിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ മുഖമടച്ച് ശാലിനിക്ക് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. രേഷ്മയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ രേഷ്മയും അനുപല്ലവിയും രാമേട്ടനും പുറകിൽ നിൽക്കുന്ന സ്ത്രീകളും പയ്യനും എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അടികൊണ്ട് ശാലിനിയാണെങ്കിൽ കണ്ണിറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിനക്ക് വേദനിച്ചോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി നോക്കുമ്പോൾ നിനക്ക് വേദനിച്ചോ എന്ന് ഒന്നുകൂടി ചോദിക്കുകയാണ്. കാരണം നിനക്ക് വേദനിക്കില്ല, കുറച്ച് സമയത്തിനകം കൊണ്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും നിനക്ക് തിരിച്ചു തരാൻ സാധിച്ചില്ല. അത്രയ്ക്ക് നീ ഈ ഒരൊറ്റ കാരണത്തിനാണ് നീ എന്നോട് മിണ്ടായിരുന്നത്, നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു ഈ രേഷ്മ എനിക്ക് ആരാണെന്ന് എനിക്ക് ചോദിക്കാമായിരുന്നു, പക്ഷെ നീ ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ചങ്കെടുത്ത് കാണിച്ചാലും കൂടെ നിന്നിട്ട് നീ ഇങ്ങനെ കാണിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവും കണ്ണു നിറയുന്നുണ്ട്. ശാലിനി ആ കരഞ്ഞ് നിൽക്കുകയാണ്. തുടർന്ന് രേഷ്മ ഇങ്ങനെ വിഷ്ണുവിനെ പിടിച്ചു വരുന്നുണ്ട്. നീ എന്തായി കാണിച്ചത്, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ എന്തിനാണ് അടിച്ചത്, അല്ലെങ്കിൽ മാഡത്തിന് ജോലിയെങ്കിലും ബഹുമാനിക്കേണ്ടേ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിച്ചത്, ഇവളെൻ്റെ ഭാര്യ മാത്രമല്ല ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാണ്, അപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയുടെ ചിന്താഗതിയിലേക്ക് ഇവൾ അധപ്പതിക്കാനായിട്ട് പാടില്ല, എത്രയോ പ്രശ്നങ്ങൾ ഇവൾ തരണം ചെയ്യുന്നതാണ്, അപ്പോൾ അതും ഇവൾ ഇതിനെ സമന്വയത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടായിരുന്നു
എന്ന് പറഞ്ഞ് വിഷ്ണു ആകപ്പാടെ അങ്ങ് സങ്കടവും കരച്ചിലും ഒക്കെയാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് നടക്കാൻ തുടങ്ങുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്ന് ശാലിനി പിടിച്ചു നിർത്തുന്നുണ്ട്. അന്നേരം വേണ്ട, എനിക്ക് വേണമെങ്കിൽ നിന്നോട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ മിണ്ടാതിരിക്കാൻ പറ്റും, പക്ഷേ അത് എനിക്ക് സാധിക്കുന്നില്ല, എനിക്കത് പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു നോക്കട്ടെ, അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അന്നേരം വണ്ടിയുടെ അടുത്തെത്തും വിഷ്ണു ആ ബോണറ്റിലേക്ക് ശക്തിയായിട്ടൊരു അടി അടിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ആകെ സങ്കടത്തിൽ നടന്നു പോവുകയാണ്. ശാലിനിക്ക് അതിലേറെ വിഷമം, ബാക്കി എല്ലാവരും അതിലേറെ വിഷമം വിട്ട് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാലിനിയോട് രേഷ്മ പറയുന്നുണ്ട്, പോട്ടെ, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവുക തന്നെ ചെയ്ത ഈ സങ്കടങ്ങളൊക്കെ മാറും. സങ്കടങ്ങളൊക്കെ മാറിയതിന് ശേഷം രണ്ടുപേരും കൂടി എൻ്റെ ഈ കൊച്ചു വീട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരണം. അന്ന് ഈ സങ്കടമൊക്കെ മാറി നമുക്ക് ആ സന്തോഷം ഉണ്ടാക്കാം, ആ സന്തോഷം പങ്കുവെക്കാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ പതിയെ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനാണെങ്കിൽ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഒമിനി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഇറങ്ങിയിട്ട്, ചേട്ടാ ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ പോകുന്ന വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇതിലേ പോയിട്ട് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ കാണിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഗോപാലകൃഷ്ണനെ പിടിച്ചങ്ങ് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അത് ആ അബൂബക്കറിൻ്റെ ഗുണ്ടകൾ തന്നെയാണ്, ആ നസീറിൻ്റെ കൂട്ടുകാരായ ആളുകൾ തന്നെയാണ്. അന്നേരം പിന്നെ അകത്തേക്ക് കയറ്റുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ആരാ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ ഗോപാലകൃഷ്ണനെ കൊണ്ടുപോവുകയാണ്. അതായത് സുബൈർ അല്ലല്ലോ, അബൂബക്കർ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനെ തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. അത് നേരത്തെ വന്ന പ്രമോ സീനിൽ കാണിച്ചിട്ടുണ്ട്, കൊണ്ടുപോയി കെട്ടിയിടുന്നതും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ. ഇനിയാണെങ്കിൽ ശാലിനി തിരിച്ച് പിന്നെ ക്യാബിനിലേക്ക് പോയിട്ട് കളക്ട്രേറ്റിലേക്ക് പോകുമ്പോൾ ആ വിഷമിച്ചിരിക്കും. അന്നേരം അനുപല്ലവിയും പറയും ഇതൊക്കെ സത്യമായിരുന്നു എന്നുള്ളത്, വിഷ്ണു പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത് അവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷേ പിന്നീട് ശാലിനി തിരക്കുമായിരിക്കും മിക്കവാറും. ആ പ്രകാശൻ അവിടെ മധുരയിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ വിഷ്ണു എന്തിനാണ് മധുരയിലെ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ശാലിനി തിരക്കിയാൽ ശാലിനിക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് തിരക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതൊക്കെ കാണാം. ശ്യാമ ഇനി തിരിച്ചു വരുമോ എന്താണെന്നുള്ളതൊക്കെ, ശ്യാമയൊക്കെ തിരിച്ചു വരും, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.